തിരുവനന്തപുരം കൂടത്തിൽ വീട്ടിലെ ദുരൂഹ മരണങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. മരണങ്ങൾക്ക് പിന്നാലെ ഉണ്ടായ ഭൂമി ഇടപാടുകളിൽ RSSന് പങ്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ CPIM ആരോപിച്ചിരുന്നു. കോടികളുടെ സ്വത്തുക്കൾ കൈവശമുണ്ടായിരുന്ന കൂടത്തിൽ വീട്ടിലെ 7 അനന്തരാവകാശികളാണ് വിവിധ ഘട്ടങ്ങളിൽ ദുരൂഹമായി മരണപ്പെട്ടത്. പതിനഞ്ച് വർഷത്തിനിടെ ഒരു വീട്ടിൽ 7 മരണങ്ങൾ. എല്ലാം സ്വാഭാവിക മരണങ്ങളെന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ 7ാമത്തെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ എല്ലാ കാര്യങ്ങളും സംശയത്തിന്റെ നിഴലിലായി. കൂടത്തായി ജോളി പ്രതിയായ കൊലപാതക പരമ്പരയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം കരമന കൂടത്തിൽ തറവാട്ടിലെ കൂട്ടമരണങ്ങളുടെ വാർത്ത കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. കോടികളുടെ സ്വത്തിന് അനന്തരാവകാശികളാകേണ്ട 7 പേരാണ് 15 വർഷത്തിനിടെ മരിച്ചത്. ഗോപിനാഥൻ നായർ, ഭാര്യ സുമുഖിയമ്മ, മക്കളായ ജയശ്രീ, ജയബാലകൃഷ്ണൻ, ജയപ്രകാശ്, ഗോപിനാഥൻ നായരുടെ ജ്യേഷ്ഠന്മാരായ നാരായണപിള്ളയുടെയും വേലുപിള്ളയുടെയും മക്കളായ ഉണ്ണികൃഷ്ണൻ നായർ, ജയമാധവൻ നായർ എന്നിവരാണ് നിശ്ചിത ഇടവേളകളിൽ മരിച്ചത്. ജയമാധവന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ ക്രൈംബ്രാഞ്ച് വിപുലമായ അന്വേഷണം തുടങ്ങി. തറവാട്ടിലെ സ്വത്ത് തട്ടിയെടുക്കാൻ നടത്തിയ നീക്കമാണോ കൂട്ടമരണങ്ങൾക്ക് പിന്നിലെന്നാണ് അന്വേഷിക്കുന്നത്. അതിനിടയിലാണ് ദുരൂഹ മരണങ്ങൾക്ക് ശേഷമുണ്ടായ ഭൂമി കച്ചവടങ്ങളിൽ RSSന് പങ്കുണ്ടെന്ന് CPIM ആരോപിക്കുന്നത്. കൂടത്തിന്റെ കുടുംബത്തിലെ ഭൂമി RSS ജില്ലാ കാര്യാലയത്തിന്റെ പേരിൽ വാങ്ങിയെന്നും 70 സെന്റോളം ഭൂമി RSS അധീനതയിലാക്കിയെന്നും CPIM ആരോപിച്ചു. ചില രേഖകളും പുറത്തുവിട്ടു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഇക്കാര്യം ഉൾപ്പെടുത്തണമെന്നും CPIM ആവശ്യപ്പെടുന്നു. കൂടുതൽ തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും തിരുവനന്തപുരത്തെ CPIM ജില്ലാ നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. ഈ സ്ഥലത്താണ് മോഹൻ ഭഗവത് ഈ അടുത്ത സമയത്ത് വന്ന് ശാഖ കണ്ടക്ട് ചെയ്തത്. ഈ സ്പോട്ടിലാണ്, ഈ സ്ഥലത്താണ്. അപ്പോൾ ഈ 7 പേരുടെ അസ്വാഭാവികമായിട്ടുള്ള മരണം, ആ മരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഭൂമി ഇടപാടുകൾ, ആ ഭൂമി ഇടപാടുകളിൽ ഇവർക്കെന്തു പങ്കാണ്? ന്യൂസ് മലയാളം, തിരുവനന്തപുരം.